രോഹിത്തെ, ഇന്ന് അംഗനവാടികൾ, കേരളത്തിലെ അംഗനവാടികളിലൊക്കെ ഹർത്താലാണ്, പഠിപ്പ് മുടക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. അഖില കേരള അംഗനവാടി സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് അംഗനവാടികളിൽ പഠിപ്പ് മുടക്കും. പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് ഈ പഠിപ്പ് മുടക്കലിന് ഏറ്റവും വലിയ തീവ്രത അനുഭവപ്പെടാൻ പോകുന്നത്. അവരുടെയൊക്കെ കൺകണ്ട ദൈവവും ആരാധ്യ പുരുഷനുമായ തൊപ്പിക്കെതിരെ കേരള പോലീസ് രാസലഹരി കേസെടുത്തതിനെതിരെയാണ് ഈ പഠിപ്പ് മുടക്കാൻ അംഗനവാടി വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുന്നത്. പലപ്പോഴും പലയിടത്തും കേരളം നിന്ന് കത്തും. അപ്പോൾ ഫയർഫോഴ്സ് വേണ്ട രീതിയിൽ ആറ്റിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ വെള്ളം സ്വീകരിച്ചുകൊണ്ട് എല്ലാ അംഗനവാടികളുടെ മുന്നിലും വലിയ കരുതലുകളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം തൊപ്പി മരിച്ചു, അറിയാമല്ലോ, തൊപ്പി മരിച്ചു. നിഹാലാണ് ഇപ്പോൾ ഉള്ളത്. തൊപ്പി തന്നെ പറഞ്ഞതാണ്. അപ്പം തൊപ്പി മരിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. അത് നോക്കൂ, മഹാത്മാഗാന്ധി ആരെന്നറിയാത്ത, അംബേദ്കർ ആരെന്നറിയാത്ത, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്നറിയാത്ത കണ്ട പെൺകുട്ടികൾ, നല്ല പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന റീൽസിലൊക്കെ പോയിട്ട് സ്വശക്ഷി എന്തടാ ഇവള് മറ്റേ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ല വ്യക്തിത്വമായിരുന്നു തൊപ്പി. തൊപ്പിക്ക് ഇങ്ങനെ ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായതിൽ കേരള പോലീസിനോടുള്ള പ്രതിഷേധം ചാനലിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നമ്മളും അറിയിക്കുകയാണ്. എങ്ങോട്ടാണ് തന്നെ ഈ നാടിൻ്റെ പോക്ക്? നോക്കൂ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട്, ലൈവ് സ്ട്രീമിങ്ങിൽ വന്നിരുന്നുകൊണ്ട് പണം ഞാൻ ഞെട്ടിപ്പോയി തന്നെ. ഈ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, 25,000 രൂപ, 50,000 രൂപ കൊടുക്കാം മീശ വടിച്ചാലെന്ന്. ഇയാൾ വലിയ മീശയൊക്കെ വെച്ചിരിക്കുകയാണ്. 25,000 രൂപ അഡ്വാൻസ് കൊടുത്തപ്പോൾ ഇയാൾ പകുതി മീശ എടുത്തു. വീണ്ടും 25,000 രൂപ. ഈ മീശ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ? എന്തിനാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? പോട്ടെ, അതൊക്കെ പോട്ടെ. എന്തായാലും ഒരുപക്ഷെ ഇത് നിഹാലിൻ്റെ കുട്ടിത്തമായി കാണണമെങ്കിൽ കാണാമായിരുന്നു. പക്ഷേ കുട്ടി വളർന്നിരിക്കുന്നു, കുട്ടി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇതാ ലോകത്ത് എനിക്ക് തോന്നുന്നു ഇതൊന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ വിവരമില്ലായ്മ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയുടെ ബുദ്ധിയില്ലായ്മയുടെ കാട്ടിക്കൂട്ടലായിരുന്നെങ്കിൽ ഇപ്പൊ രാസലഹരി കേസിലകത്താവൂലായിരുന്നല്ലോ. ഈ നിഹാലിന്റെ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് രാസലഹരി പിടിച്ചെടുത്തിരിക്കുന്ന കുറെ ദിവസങ്ങൾക്ക് മുമ്പ്. ഇവൻ ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുന്നതിൽ 3 പെൺകുട്ടികളുമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഇവനെ കുറിച്ച് കുറെ പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവന്റെ മോശമായ ബാല്യം അതാണ് ഇവനെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുക. സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന അൺലിമിറ്റഡ് ഇൻകം നമുക്കറിയാമോ. സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന അൺലിമിറ്റഡ് ഇൻകം. കാരണം ഇവന്മാർക്ക് വന്ന് മറിയുന്നത് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ്. പിന്നെ അവർക്ക് കിട്ടുന്ന ഡൊണേഷനായിട്ട് കിട്ടുന്ന പണം, ഈ പറയപ്പെടുന്ന ലൈവിലൊക്കെ പോകുമ്പോൾ ഡൊണേഷനായി കിട്ടുന്ന പണം, ചില മറ്റേ ഇതിന് പോകുമ്പോ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ഉദ്ഘാടനങ്ങൾ, ഇവനെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നവന്റെ ചെപ്പക്കുറ്റി കെട്ടടിക്കണം. അതാണ് വേണ്ടത്. നോക്കൂ, ചില സൈറ്റുകളുണ്ട്, ചില ഡേറ്റിംഗ് സൈറ്റുകൾ, ചില ഓൺലൈൻ വീഡിയോ കോൾ സൈറ്റുകളുണ്ട്. അതിൽ പെൺകുട്ടികളൊക്കെ വരും. അവർ വന്നിട്ട് 15 മിനിറ്റ് തുണി അഴിച്ച് കാണിക്കുന്നതിന് പൈസ വാങ്ങുന്ന സീക്രട്ട്. ഒറ്റയ്ക്ക് അവർക്ക് ആ ചാറ്റ് റൂമിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കും, ഓൺലൈനിൽ ചെയ്തു കൊടുക്കും. ഈ തൊപ്പിയൊക്കെ കാണിക്കുന്നതിനേക്കാൾ മാന്യതയുണ്ട് ആ കാണിക്കുന്ന പണിക്ക്. സീരിയസ്ലി ഉണ്ട്. അവളൊക്കെ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പണി കാണിക്കും, തുണി കഴിക്കുന്നതിന് വേണ്ടി. ഇവനൊക്കെ തുണി കഴിക്കുകയല്ലോ, നാട്ടിലുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് നിക്കർ മാത്രമോ നൂഡിൽസ് കൊണ്ട് വെച്ചിട്ട് നൂഡിൽസ് കൊള്ളില്ലെന്ന് പറഞ്ഞ് നിക്കർ ഇങ്ങനെ പൊക്കിയിട്ട് അതിനകത്തേക്ക് ഈ സാധനം ഇടുക. ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ചു, ഇവൻ ആ സാധനം അവിടെ ഇല്ലേ എന്ന് പോലും ആലോചിച്ച് പോകുന്ന തരത്തിലേക്കാണ് ഇവൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇച്ചിരിയൊക്കെ ആ ഒരു വീഡിയോ ഇവൻ വലിയ ഡിപ്രഷൻ മോഡിലേക്ക് പോയി അടിച്ച് കയറ്റിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായേ? അവ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 8-9 പേരുണ്ടായിരുന്നാകട്ടെ. രാസലഹരി, അതായത് MDMA പോലുള്ള മാരകമായ രാസലഹരിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവനൊക്കെ ഇതൊക്കെ കൂടെ അടിച്ചു കയറ്റിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികളെ എന്തിനാ കുറ്റം പറയുന്നത്? കുട്ടികൾക്ക് അറിയില്ല, കുട്ടികളുടെ പ്രായത്തിൻ്റെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. ഇവനെ ഉദ്ഘാടനത്തിന് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ടീമുകളുണ്ട്. 4 പേര് കൂടുമെന്നും പറഞ്ഞ്. എന്നാ പിന്നെ മൊലാളി എന്നോട് തുണി കഴിച്ച് നിന്നിട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇതിനെക്കാട്ടി ആൾ കൂടും. എനിക്ക് പേടിയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നല്ലതാവണേ നശിക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ വിചാരിക്കണം നമ്മൾ നശിക്കണം നല്ലതാവണത്. പക്ഷെ ഒരു പരിധി വരെ നമ്മളെ കുറേയൊക്കെ മാറ്റാൻ ഇത്തരം വീഡിയോകൾക്ക് കഴിയും എന്നുള്ളത് വലിയൊരു. ഇവൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ കരുതും ഇവനെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ 4 എണ്ണം നമ്മളെ നാട്ടിൻപുറങ്ങളിൽ പറയും, പിടിച്ച് തെങ്ങി കെട്ടി വെച്ചിട്ട് പച്ച കവളി മടലിൽ വെട്ടിയിട്ട് ഇത് ബാക്കിൽ ഇതങ്ങ് ഊരിയിട്ട് 4 എണ്ണം അടിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവനൊക്കെ ഇനി ഈ പണിക്ക് പോവില്ല എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. അതുപോലെയൊക്കെ. കാരണം ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടും ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാക്കാൻ
ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഞാനിപ്പോൾ എന്നുള്ളതാണ്. തന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ 2 കാര്യങ്ങളാണ് എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയത്. ഒന്ന്, അമ്മ എന്ന നിലയിൽ നാട്ടിലെ സ്ത്രീകളുടെ ഇവനെ പോലുള്ള ഓമാർക്കെതിരെയുള്ള പ്രതിഷേധം ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. നോക്കൂ, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കേരള പോലീസ്, പാലാരിവട്ടം പോലീസ് ഇവന്റെ പേര് ചുമത്തിയിരിക്കുന്നത്. പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് കോടതികളുടെ ഒരു അഭ്യർത്ഥനയാണ്, ഈ നാട്ടുകളിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവന് ജാമ്യം കൊടുക്കരുത്, പിടിച്ചകത്തിടണം, അങ്ങനെ അനുഭവിക്കണം. നോക്കൂ, ഇവൻ ആ ഡിപ്രഷൻ മോഡിൽ വന്നിരുന്ന ആ വീഡിയോ കണ്ടപ്പോൾ ഞാനൊക്കെ ആ വീഡിയോ കണ്ടു. കാര്യം തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞ തലക്കെട്ടോടെയാണ് ഒരു യൂട്യൂബർ ഈ വീഡിയോ എടുത്തിട്ട് റീ അപ്ലോഡ് ചെയ്തു. അതപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇവൻ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടു നോക്കിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവനോടൊരു സങ്കടം തോന്നി. കാരണം അവൻ ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ പശ്ചാത്തപിച്ച് സ്വന്തം കുടുംബത്തിന് പോലും എന്നെ വേണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൊമ്പൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുള്ളൊരു വീഡിയോ. ഞാൻ ഇനിയെങ്കിലും പയ്യെ നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഇനി നമുക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇനിയും ഇവന് ജാമ്യമൊക്കെ കിട്ടും. ഇവൻ വീണ്ടും ഈ ലൈവ് സ്ട്രീമിംഗ് പരിപാടി ഇറങ്ങും. അതിലും വന്ന് ലക്ഷങ്ങൾ ആളുകൾ കാണും. അവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇതുപോലെ നമ്മളിപ്പോൾ അവനെക്കുറിച്ച് പറയുന്നില്ലേ, ഇതൊക്കെ എടുത്തു വെച്ചിട്ട് അവൻ റിയാക്ട് ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നോക്കൂ, ഇതുപോലുള്ള കുറേ അവന്മാരുണ്ട്. ചെകുത്താനെന്ന് പറഞ്ഞൊരുത്തൻ ഈ നാട്ടുകാരെ മൊത്തവും വഴക്കും പിന്നെ തെറിയും പറഞ്ഞ് പുള്ളി പെർഫെക്റ്റ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്മാരുടെ ഈ സൈബർ ഇടങ്ങളിൽ ഇവന്മാർ കാട്ടിക്കൂട്ടും. മാന്യമായ ഭാഷ കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. നമുക്ക് പൊങ്ങുമുടനെ പോലെയൊക്കെയുള്ള ഒരുപാട് നല്ല യൂട്യൂബേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്ന കുറേ പേരുണ്ട്. ഒരു പരിധി വരെ സീക്രട്ട് ഏജന്റ് അവരുടെ ചില പ്രവർത്തനങ്ങളോട് നമ്മൾ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും സീക്രട്ട് ഏജന്റിന്റെ കുത്തിത്തിരിപ്പിനോടൊന്നും അല്ല, അതൊക്കെ അതിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാണ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഇതിന്റെ പ്രശ്നം എന്തെന്നറിയാം, അല്ല അവരതൊക്കെ കണ്ടിട്ട് യുവതലമുറ വഴിതെറ്റുന്നില്ല. അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇവനൊക്കെ എന്താണ് ഇത് പറയുന്നത് എന്നുള്ള പൈസക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് പല യൂട്യൂബേഴ്സ് അതാണ് എന്നുള്ള. ഇപ്പൊ വീട്ടില് എനിക്ക് തോന്നുന്നു രോഹിത് ഇപ്പൊ ബാത്റൂമിൽ പോകുന്നത് ഒഴിച്ച് ഇനി അത് മാത്രമേ ഉള്ളൂ. ബാക്കി കേരളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയില്ല. അതിനകത്തൊരു ഫാമിലി വ്ളോഗേഴ്സ് എന്നും പറഞ്ഞ് കുറെ പേര് വീട്ടിൽ ഇതിനു വേണ്ടി അടി ഉണ്ടാക്കുക. എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഭാര്യയെ തല്ലി, എന്റെ ഭാര്യ അമ്മായിയമ്മയെ ചീത്ത വിളിച്ചു, എന്റെ അമ്മായിയമ്മ അമ്മായിയപ്പനെ ചതിച്ചു, അമ്മ പെങ്ങളെ ചതിച്ചു. ഈ ഓരോരുത്തർ കണ്ടന്റാ. അല്ല ഒരുത്തർ ഭാര്യ പണങ്ങിപ്പോയപ്പോ ഇട്ടേക്കുന്ന തമ്പെന്ന് പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട്, സ്വന്തം ഭർത്താവ് എന്നെ പറയുന്നു. പിണങ്ങിപ്പോയി ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാ, അതിൽ നിന്ന് ആളുകൾ കാണുമ്പോൾ കിട്ടുന്ന പൈസക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് 5 ദിവസം കഴിയുമ്പോൾ ഭാര്യ തിരിച്ചു വന്നു, ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ നമ്മളിരിക്കും നിനക്ക് എത്ര തന്തേടാന്ന് ചോദിക്കേണ്ട അവസ്ഥ വരൂലേ? ഇങ്ങനെയൊക്കെയാണോ? ഒരു സ്വന്തം ഭാര്യയ്ക്ക് വേറെ കാമുകനുണ്ട്, അവള് ഒളിച്ചോടിപ്പോയോ, ഇങ്ങനെയൊക്കെയാണ് തമ്പുകളിട്ട് പണത്തിന് വേണ്ടി. ഈ ഫാമിലി വ്ളോഗിങ്ങിന് ചില നല്ല വ്ളോഗേഴ്സിനെ പറയുന്നത് അവരെ ക്ഷമിക്കണം, ചിലവന്മാരുടെ കണ്ടന്റാ. അവൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഒരു ഭാര്യ, അവൻ പ്രേമിച്ച് വിളിച്ചുകൊണ്ടുവന്ന ഒരു ഭാര്യയുടെ വീട്ടിലൊരു അച്ഛൻ, അമ്മ, ഒരു സഹോദരനോ സഹോദരിയോ. ഈ സഹോദരൻ്റെ ഒരു പ്രണയം, അവിടെ ഒരു കണ്ടന്റ്. ഇപ്പുറത്ത് അച്ഛൻ, അമ്മ, അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ ഒരു കൊച്ച്, അമ്മയുടെ ആദ്യ ഭാര്യയിലെ മറ്റൊരു കൊച്ച്. ഇതൊക്കെയാണ് ഇവർക്ക് ആളുകൾക്ക് വേണ്ടുന്ന കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്തെന്നറിയാമോ തന്നെ, യൂട്യൂബിൽ അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ എല്ലാ ദിവസവും എടുത്ത വീഡിയോയിൽ നിന്ന് മാസത്തിൽ ഒരു 5-6 ലക്ഷം രൂപ ഇവന്മാർക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടും. ഇത് കൂടാണ്ട് കൊളാബ് ചെയ്യുന്നതിലൂടെയും പരസ്യം ചെയ്യുന്നതിലൂടെയും വലിയ പൈസ. ഇപ്പോൾ യൂട്യൂബർമാർക്ക് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്കാണ് പ്രൊമോഷൻ വീഡിയോ മേടിക്കുന്നത്. മേടിച്ചോട്ടെ, അവരുടെ കഴിവുകൊണ്ട് അവർ മേടിക്കുന്നതാണ്, നല്ല കാര്യം. ഇതൊക്കെ കൂടെ കിട്ടുമ്പോൾ മാസം ഒരു 10-15 ലക്ഷം രൂപ ഇൻകം വരുവാണ്. ഇതെങ്ങനെ ചിലവാക്കണം എന്നറിയാതെ, അല്ലെങ്കിൽ ഇത് വന്നു കഴിയുമ്പോൾ പിന്നെ അഹങ്കാരമായി മാറി, പിന്നെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. പിന്നെ കാണുന്നവരോടെല്ലാം പുച്ഛമാണ്, ബാക്കിയുള്ള ആളുകളോടെല്ലാം പുച്ഛമാണ്. ഞാൻ ഈ നേരത്തെ ഈ സീക്രട്ടറിൻ്റെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലുകൾ കാണുമ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത്, ഒരു മുസ്ലിം മതപണ്ഡിതനാണ് വേഷം ധരിച്ച ഒരു പയ്യൻ അവൻ എന്താ എനിക്കറിയില്ല, അയാളുടെ പ്രൊഫൈൽ അറിയില്ല. പുള്ളി മലബാറിൽ നിന്നുള്ള ഒരു മാധ്യമ സുഹൃത്തുണ്ട്, ഒരു ഓൺലൈൻ മാധ്യമ സുഹൃത്ത്. പുള്ളിയുടെ വീഡിയോകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല, അതുകൊണ്ട് ഞാൻ പേരും പറയത്തില്ല. അയാളെയും സീക്രട്ട് ഏജന്റിനെയും കൊണ്ട് ഇവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ വീഡിയോ ചെയ്യൽ മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും, എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് നമ്മളറിയാതെ വല്ലതും പുള്ളിക്കൊണ്ടോ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അംഗനവാടികൾ നിന്ന് കത്തുന്നു കേരളത്തിൽ. തൊപ്പി എപ്പോൾ അറസ്റ്റിലാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളിവിടെ കാത്തിരിക്കുന്നു. എൻ്റെ പൊന്നു തൊപ്പി, ഇനിയെങ്കിലും നീ ഇതുകൊണ്ട് നന്നാണ്. ഈ ഒരു കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലീസുകാർ ഇടിച്ചു വിഴിഞ്ഞ് നിന്നെ കൊണ്ട് നന്നാക്കിക്കും. ആ കാര്യത്തിലൊന്നും ഒരു മാറ്റവുമില്ല. ഈ പണം വന്നു കഴിയുമ്പോൾ പുതിയ കൂട്ടുകെട്ട് വരിക. അപ്പോൾ അടുത്ത തലത്തിലേക്ക് പോവുക. കഞ്ചാവായി, മദ്യം മാറി കഞ്ചാവായി, കഞ്ചാവിൽ നിന്ന് MDMA ആയി. ഇതിൻ്റെ അവസാനം ഇവനൊക്കെ ഒന്നാമതേ സൈക്കോയാണ്. പക്ഷേ
തൊപ്പിയുടെ പല ആക്ടിവിറ്റീസിനും ഇവൻ സൈക്കോ എന്ന് തന്നെ പറഞ്ഞിട്ട് പക്വതയില്ലായ്മയായിട്ടൊന്നല്ല, ഇവൻ വലിയ ബുദ്ധിമാനാണ്. തുടങ്ങിയത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ ഇവൻ വലിയ ബുദ്ധിമാനായി. അത് വെച്ചിട്ട് അവന് മാർക്കറ്റ് ചെയ്യാൻ അവൻ തന്നെ മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ബിഗ് ബോസ് പോലൊരു വലിയ ഷോ കഴിഞ്ഞിട്ട് ആ കപ്പുമായിട്ട് ടൈറ്റിൽ വിനർ ഇവന്റെ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ആറാട്ടാണ് അലിൻ ജോസ് പെരേരയൊക്കെ വിളിച്ചിരുത്തിയിട്ട് 15,000-20,000 രൂപയ്ക്കാണ് ഇവൻ കൊടുക്കുന്നത് ഇവന്റെ ലൈവിൽ കയറി ഇരിക്കുന്നതിന്. ഈ നാഗസൈലന്ദ്രി ദേവി എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട് കൊല്ലത്ത്, തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട്. അവരുടെ വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ ചെന്നാൽ അവർക്ക് പൈസ കൊടുക്കണം. അവർക്ക് അത് പിന്നെ പോട്ടെ, നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ സമയം കളയുന്നത് 1,000 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിട്ട് വരുന്നത്. അവരെ ഇവിടെ കൊണ്ടുവന്ന് അവന്റെ വീട്ടിലിരുത്തിയെങ്കിൽ എത്ര കൊടുത്ത് കാണും? നല്ല പൈസ കൊടുത്താണ്. ഒരു കൂടിയാവുന്ന ഒരു 15,000-20,000 രൂപ കൊടുത്തു കാണും. അപ്പോൾ അത്തരത്തിൽ ആളുകളെ പണം കൊടുത്ത് കൊണ്ടുവന്ന് ഈ മുൻനിര ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പറ്റാത്ത പണി പോലും ഇവർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ തൊപ്പിയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് പോലീസ് ചെയ്യട്ടെ. അതെ, പോലീസ് ചെയ്യട്ടെ.